കോഴിക്കോട് മാങ്കാവ് മണൽത്താഴത്ത് വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങി 10ഓളം കുടുംബങ്ങൾ. വീടിനോട് ചേർന്ന് ഷോപ്പിംഗ് മാൾ ഉയർന്നതോടെ കനത്ത ദുരിതത്തിലാണ് പ്രദേശത്ത് താമസിക്കുന്നവർ. കനത്ത വെള്ളക്കെട്ടും വീടിനേറ്റ ബലക്ഷയവും പരിഹരിക്കാൻ ആരും ഇടപെടുന്നില്ലെന്നാണ് പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ഘട്ടത്തിലാണ് കോഴിക്കോട് മണൽത്താഴം റെസിഡൻസ് അസോസിയേഷൻ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്തിന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കുറച്ച് നാളുകൾക്ക് മുൻപാണ് കോഴിക്കോട് ഒരു മാൾ വരുന്നത്. ആ മാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ അതിൽ ഒരു രാഷ്ട്രീയക്കാരും കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് പറയുന്നത്. വോട്ട് ചെയ്യുന്നില്ല. എന്താ തീരുമാനം? വോട്ട് ചെയ്യാൻ ഇവർ തീരുമാനം എല്ലാവരും മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. എന്തെങ്കിലും തീരുമാനമാക്കിയാൽ മാത്രം. എന്താ ശരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? ഞങ്ങൾക്കിപ്പോൾ മഴ പെയ്താൽ വെള്ളക്കെട്ട്, ഓരോ ഇതിലത്തെ വെള്ളം മുഴുവനെ കിഞ്ഞിങ്ങോട്ടൊക്കെ വരിക. അങ്ങനെ വെള്ളം നിറഞ്ഞ് വീടൊക്കെ പൊട്ടിക്കീറി ഒക്കെ ബുദ്ധിമുട്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാടും പൊന്തിയും പിടിച്ച് അതിൽ പെരുമ്പാമ്പും ഇതൊക്കെ ആയിട്ട് രാത്രിയും കൂടി ഞങ്ങളെ വീട്ടിലൊക്കെ എഴുതി നടക്കും. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. പ്രധാന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് യൂസഫ് അലി സാർ ഇതിൻ്റെ ഒരു വിവരം അറിയില്ല. സാർ ഇവിടെ വന്നന്ന് ഞങ്ങളെ ഈ സ്ഥലത്തുമായി ബന്ധപ്പെട്ട് വിഷയം സാറിന് ശ്രദ്ധപ്പെടുത്തിയതാണ്. അപ്പോൾ സാർ ഞങ്ങളോട് മറുപടി പറഞ്ഞ് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞ് അതിന് ശേഷമാണ് ഇവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിലവിൽ ചതുപ്പ് നിലമാണ്. അവിടെ വീടിനെക്കാട്ടും ഉയരത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, ഹൈറ്റിൽ മതിൽ കെട്ടി പിന്നെ ഷീറ്റൊക്കെ അടിച്ചിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഞങ്ങൾ അവരെ ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ ഞങ്ങളോട് ഇവിടുത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞ് നിങ്ങളെ പ്രശ്നങ്ങളെ ഞങ്ങൾ അടിയന്തരമായിട്ട് പരിഹരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോജക്റ്റായിട്ട് സഹകരിക്കണം, ഇതിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾ ഇതുമായിട്ട് സഹകരിച്ച് പോയത്. ഇത് യൂസഫ് അലി സാർ അറിഞ്ഞാലേ ഈ പ്രശ്നം പരിഹരിക്കുള്ളൂ. ഞങ്ങൾ കൃത്യമായൊരു തുക കിട്ടിയാൽ മാറാൻ തയ്യാറാണ്. എല്ലാവരും ചെറിയ ചെറിയ വീട്ടുകാരാണ്. 3 സെൻറ്റ് 2 സെൻറ്റ് ഉള്ളവരാ. ഇത് 4-3 ഊരിയൊക്കെ ഉള്ള. അപ്പോൾ അവർക്ക് ചെറിയൊരു വീടെങ്കിലും കിട്ടണ മാതിരിയുള്ള വില കിട്ടണം. അതാണ് മുഖ്യ ആവശ്യം. ഈ ഫയലിംഗ് നടത്തുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് പിന്നെ നിങ്ങൾ ഇത്രയും സൗണ്ടിൽ ഇതാകുമ്പോൾ വീട് വല്ലാണ്ട് കുലുങ്ങുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഇത് നിർത്തി വെക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞേ അതൊന്നും പ്രശ്നമാവില്ല എന്ന്. പക്ഷേ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ചോറ് വെക്കാൻ വേണ്ടി അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കുമ്പോഴാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു വലിയ കട്ട വീണു താഴെ. അപ്പോൾ ഇതിൽ ഒരു യുക്തമായ തീരുമാനം എടുത്തിട്ട് ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ട് മുന്നോട്ട് പോകണം. എന്നാലേ ഇവിടെ പൂർണ്ണമായിട്ട് ഈ ഇലക്ഷന് ബന്ധപ്പെട്ട് പോകാം. അല്ലെങ്കിൽ അതിനനുസരിച്ച് വോട്ട് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ള റെസിഡൻസ് തീരുമാനിച്ച് യുക്തമായ നടപടിയിലേക്ക് പോകും. ഇത് കൃത്യമായ നിലപാടാണ്. അതായത് ഇവരെ സംബന്ധിച്ച് അവരുടെ 4 ഭാഗവും ഏറെക്കുറെ മതിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പ്രധാനമായും അവർ പറയുകയും ചെയ്യുന്നത്. ആ കാര്യത്തിൽ ആര് നടപടിയെടുക്കുന്നു അതിനനുസരിച്ചിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് അവരുടെ നിലപാടായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, റിപ്പോർട്ടർ കോഴിക്കോട്.